ഇന്ത്യൻ യുവജന പ്രക്ഷോഭം അതാണ് കഴിഞ്ഞ 35 ദിവസമായി രാജ്യം കണ്ടത്. അതിന്റെ വിജയത്തിന് ശേഷം ധർമ്മേന്ദ്ര പ്രധാന രാജി വന്നതുകൊണ്ട് അവസാനിക്കുന്നതല്ല ആ ഒരു പ്രതിഷേധം, പ്രക്ഷോഭം എന്ന കാര്യം വ്യക്തമാണ്. കാരണം ഈ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ അതിപ്പോഴും അവിടെ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വലിയ അഴിമതിയുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളത് ഒരാവശ്യമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കെടുകാര്യസ്ഥതയുടെ ആകെ കൂടായി മാറിയ NDA പിരിച്ചുവിടണം എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആ ചോദ്യങ്ങളിൽ കേന്ദ്രത്തിന്റെ നിലപാട് എന്താണ്? ഇപ്പോൾ അഭിജിത് ദീപ് കെ ഇന്നലെ പ്രതികരിച്ചതുപോലെ വീണത് ഒരു വിക്കറ്റ് മാത്രമാണ്. അപ്പോൾ ഇനിയും വീഴാൻ ഉണ്ടോ വിക്കറ്റ്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. പീപ്പിൾസ് ക്വസ്റ്റ്യൻ ഇന്ന് പരിശോധിക്കുന്നത് ആ ചോദ്യങ്ങളാണ്. ഷമി പ്രഭാകർ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഷമിയിലേക്ക് തന്നെ പോകാം. ഷമി, ഈ ഒരു പ്രശ്നം മുന്നോട്ട് പോകുമ്പോൾ ഉയർന്ന ചോദ്യങ്ങൾ, അതായത് ഈ ഒരു പരീക്ഷാ കേന്ദ്രീകരണം ദില്ലിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എന്താണ് BJP സർക്കാർ, മോദി സർക്കാർ ലക്ഷ്യം വെച്ചത്? അതിപ്പോഴും അവിടെ അവശേഷിക്കുകയല്ലേ? ഒപ്പം തന്നെ NDA പിരിച്ചുവിടുന്നില്ല. NDAയിൽ അഴിച്ചുപണി നടന്നു എന്ന് പറയുമ്പോഴും NDA പിരിച്ചുവിടേണ്ടത് അനിവാര്യമല്ലേ? അതും ഒരു ചോദ്യമായിരുന്നു. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമരം അതിന്റെ ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ചും ഇടതുപക്ഷമൊക്കെ വളരെ വലിയ ശക്ത രീതിയിൽ ആ ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഇതിന്റെ ഒരു തുടർച്ച എന്താണെന്നാണ് ഇപ്പോൾ നിലവിൽ അവിടെ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? തീർച്ചയായും ഈ നീറ്റ് എന്നുള്ള സംവിധാനം, NDA എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ 2018 കൊണ്ടുവരുന്നത്. മുൻപ് സംസ്ഥാനങ്ങൾ തന്നെ കൈകാര്യം ചെയ്തിരുന്ന പരീക്ഷകളാണ് ഇതെല്ലാം ഏറ്റെടുത്ത് ഇതെല്ലാം ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടുപോകുന്നത്. നേരത്തെ സംസ്ഥാനങ്ങൾ ഈ പരീക്ഷകൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എല്ലാം തങ്ങളിലേക്ക് അധികാരം കേന്ദ്രീകരിക്കണം, എല്ലാ അധികാരവും തങ്ങളിൽ തന്നെ വേണം, എല്ലാം തങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ പരീക്ഷകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ അവരുടെ കൈവശം ആക്കി മാറ്റിയത്. പക്ഷേ അത് ഫെയറായി നടത്താൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ആക്ഷേപം ഉയർന്നത്. ഒരു 3 തവണ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ കൺമുന്നിൽ വ്യക്തമാണ്. അതുപോലെ തന്നെ ഉന്നത പരീക്ഷകളുടെ അടക്കം ചോദ്യപേപ്പർ ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് 152 തവണ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്ന് പാർലമെന്റിൽ തന്നെ ഡോക്ടർ ശിവദാസൻ MP നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുകയാണ്. എവിടെയാണ് പിന്നീട് ഈ വിദ്യാർത്ഥികൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവുക? ചോദ്യപേപ്പറുകൾ 20 ലക്ഷം 30 ലക്ഷം രൂപയ്ക്ക് ഓരോ കേന്ദ്രങ്ങളിൽ വിൽപ്പന നടത്തുന്നു. അത് വാങ്ങാൻ ശേഷിയുള്ളവർ അത് വാങ്ങി കൊണ്ടുപോയി പരീക്ഷ എഴുതുന്നു. പിന്നീട് സ്വാധീനമുള്ളവർക്ക് ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടുന്നു. അവരും ഈ പറഞ്ഞ പരീക്ഷകൾ എഴുതി ഉന്നത മാർക്ക് മേടിച്ച് പാസ്സാവുന്നു. അതേസമയം എത്രയോ വർഷമായി പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ ഔട്ടാവുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് ഈ 22 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. അതിനുമപ്പുറം എത്രയോ വിദ്യാർത്ഥികൾ ഈ പറയുന്ന മെന്റൽ ട്രോമയിൽപ്പെട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പരീക്ഷ എത്രയോ കാലം പഠിച്ച് പരീക്ഷ എഴുതിയതിനു ശേഷം തങ്ങൾ പിന്തള്ളപ്പെടുന്നു. ഈ ചോദ്യപേപ്പർ മറ്റുള്ള ആൾക്കാർ കാശ് കൊടുത്തു വാങ്ങി അവർ പരീക്ഷ ഉന്നത മാർക്ക് മേടിച്ച് വിജയിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഈ കുട്ടികൾ മാനസികമായി തകർന്നു പോവുകയാണ്. അവർ പിന്നീട് ഒരു പരീക്ഷ പോലും എഴുതാൻ കഴിയാത്ത മാനസികാവസ്ഥയിലേക്ക് എത്തുകയാണ്. അത്തരം വിഷയങ്ങളെയൊക്കെ എങ്ങനെ ഈ കേന്ദ്ര സർക്കാർ അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ അടിസ്ഥാന കാരണമായി വരുന്നത്. ഈ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ആ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു മറുപടി, ഇപ്പോൾ നാളെ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ NDAയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരാൾ പോലും അതിൽ സ്ഥിരം ജീവനക്കാരനില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എല്ലാവരും താൽക്കാലിക ജീവനക്കാരോ ഡെപ്യൂട്ടേഷനിൽ വന്നവരോ ഒക്കെ ആയിട്ടുള്ള കുറച്ചധികം ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു. അവരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത്. അവർ ഡെപ്യൂട്ടേഷനിൽ വന്നവർ അവരുടെ മാതൃലാവണത്തേക്ക് മടങ്ങി